റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കിഴക്കൻ യുക്രൈനിൽ റഷ്യൻ സൈന്യം നടത്തുന്ന കടുത്ത മുന്നേറ്റം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ റഷ്യൻ ഫോഴ്സ് നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾക്ക് മുൻപിൽ ഉക്രൈൻ പ്രതിരോധ നിര പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ സമീപകാല പോരാട്ടങ്ങളിൽ ഏകദേശം 1400ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെടുകയോ ഏറ്റുമുട്ടലിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്തുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുക്രൈൻ സൈന്യത്തിന് വലിയ ആൾനാശവും ആയുധ നഷ്ടവുമാണ് ഈ ഒറ്റ നീക്കത്തിലൂടെ സംഭവിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പുതിയ സൈനിക തന്ത്രങ്ങളുടെ ഫലമായി ഉക്രൈൻ ഭൂപടം തന്നെ തിരുത്തി കുറിക്കപ്പെടുകയാണ്. മുൻപ് യുക്രൈന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന തന്ത്രപ്രധാനമായ 3 പ്രധാന മേഖലകൾ റഷ്യൻ സൈന്യം പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കി. യുദ്ധഭൂമിയിൽ തങ്ങളുടെ സൈനികർ നേരിടുന്ന തിരിച്ചടികൾക്ക് മുൻപിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പൂർണ്ണമായും നിസ്സഹായ അവസ്ഥയിലായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര ആയുധ സഹായവും സാമ്പത്തിക പിന്തുണയും സമയത്തിന് ലഭിക്കാത്തത് സെലൻസ്കിയുടെ നീക്കങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റഷ്യ പിടിച്ചെടുത്ത 3 മേഖലകളും സൈനികമായും ഭൂമിശാസ്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഈ പ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലായതിലൂടെ പ്രദേശത്തെ പ്രധാന വിതരണ ശൃംഖലകളും ഗതാഗത പാതകളും വിച്ഛേദിക്കാൻ റഷ്യക്ക് സാധിച്ചു. റഷ്യയുടെ പീരങ്കി ആക്രമണങ്ങളും അത്യാധുനിക ഡ്രോൺ പോരാട്ടങ്ങളുമാണ് ഉക്രൈൻ പ്രതിരോധ നിരയെ തകർത്തെറിഞ്ഞത്. ആധുനിക സാങ്കേതിക വിദ്യയും വൻ ആയുധ ശേഖരവും സമർത്ഥമായി സംയോജിപ്പിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈൻ നിരകൾ പാടുപെടുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യുക്രൈൻ ഉന്നയിക്കുന്ന പ്രധാന പരാതി തങ്ങൾക്ക് ആവശ്യത്തിന് വെടിക്കോപ്പുകളും ദീർഘദൂര മിസൈലുകളും ലഭിക്കുന്നില്ല എന്നതാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നൽകുന്ന സഹായങ്ങളിലെ കാലതാമസം യുദ്ധകളത്തിൽ റഷ്യയ്ക്ക് വലിയ മേൽക്കോയ്മ നൽകി. ഉക്രൈൻ ഭൂപടത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കേവലം സൈനിക വിജയം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഏതൊരു സമാധാന ചർച്ചകളിലും റഷ്യയ്ക്ക് വലിയ സ്വാധീനം നൽകുന്ന ഘടകമാണ്. തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാൻ റഷ്യ ഒരിക്കലും തയ്യാറാകില്ലെന്ന് പുടിൻ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധരംഗത്ത് നേരിട്ട ഈ വൻ തിരിച്ചടി യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഉക്രൈൻ ശ്രമിച്ചെങ്കിലും റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ അവയ്ക്ക് സാധിച്ചില്ല. ഈ വൻ തിരിച്ചടിയോടെ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഉക്രൈൻ നിർബന്ധിതരാക്കുമോ എന്ന ചോദ്യം ശക്തമായിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് സെലൻസ്കി ഇപ്പോഴുള്ളത്. റഷ്യൻ സൈന്യത്തിന്റെ ഈ തന്ത്രപ്രധാന വിജയം മറ്റ് മുൻനിര മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിടിച്ചെടുത്ത മേഖലകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ആഴത്തിലേക്ക് കടന്നു കയറാൻ റഷ്യൻ സേന പദ്ധതിയിടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നാറ്റോ സഖ്യത്തിന് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണ്. റഷ്യയെ തളയ്ക്കാനും ഉക്രൈനെ മുൻനിർത്തി പ്രതിരോധിക്കാനും നാറ്റോ നടത്തുന്ന ശ്രമങ്ങൾ പാളുന്നു എന്നതിന്റെ തെളിവാണ് റഷ്യയുടെ ഈ മുന്നേറ്റം. ഉക്രൈൻ സൈനികരുടെ കൂട്ടത്തോടെയുള്ള വീഴ്ച രാജ്യത്ത് കടുത്ത മനുഷ്യവിഭവശേഷി ക്ഷാമവും ഉണ്ടാക്കിയിട്ടുണ്ട്. അനുഭവ പരിചയമുള്ള സൈനികരെ നഷ്ടപ്പെടുന്നത് വരും ദിവസങ്ങളിലെ പോരാട്ടങ്ങളിൽ ഉക്രൈന് നികത്താനാകാത്ത നഷ്ടമുണ്ടാക്കും. 1400ഓളം സൈനികരുടെ നഷ്ടവും 3 തന്ത്രപ്രധാന മേഖലകളുടെ പതനവും ഉക്രൈൻ യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തങ്ങളുടെ രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ രാജ്യത്തെയും ജനങ്ങളെയും കൂടുതൽ നാശത്തിലേക്ക് പോകാതെ എങ്ങനെ സംരക്ഷിക്കുമെന്നറിയാതെ സെലൻസ്കി നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ആഗോള സമൂഹം സാക്ഷ്യം വഹിക്കുന്നത്.